ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂൺ 26 ബുധൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ സ്വർഗത്തിൽ ദൈവം നമുക്ക് ചിന്തിക്കുന്നതിന് നൽകിയിട്ടുള്ള വിഷയം നിരന്തര പഠനം എന്നുള്ളതാണ്. പ്രിയ ദൈവമക്കളെ, ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു. അങ്ങനെ അയച്ചു പറഞ്ഞതെന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ പഠനം ആവശ്യമാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലെ മനുഷ്യൻ അനേക കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, നിരന്തരമായി പഠിക്കുന്നുണ്ട്. എന്നാൽ നാം നിരന്തരമായി പഠിക്കേണ്ട ഒരു വിഷയം ബൈബിളാണ്, വിശുദ്ധ വേദപുസ്തകമാണ്, വിശുദ്ധ വേദപുസ്തക സത്യങ്ങളാണ്. പ്രിയരെ, നിരന്തരമായി ദൈവവചനം പഠിപ്പിക്കുന്നതിന്, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കർത്താവായ യേശു ക്രിസ്തു സ്വർഗ ഉന്നതികളിൽ ഇറങ്ങി വന്നു. താൻ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുകയും അവരെ തിരുവചനം പ്രസംഗിക്കുന്നതിന് അയക്കുന്നതായി നമുക്ക് കാണാം. രോഗികൾക്ക് സൗഖ്യം വരുത്തുന്നതിന് വേണ്ടി അവരെ അയക്കുന്നത് കാണാം. അവരെ അത് ഏറ്റവും ഭംഗിയായി നിർവഹിച്ചതായി നമുക്ക് കാണാം. ഇന്ന് നാം ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ പ്രവർത്തനം മൂലമാണ്, അവരുടെ സാക്ഷ്യം മൂലമാണ്. അവർ ചെയ്ത പ്രവൃത്തികളൊക്കെയും വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നിമിത്തമാണ് നാം അതൊക്കെയും മനസ്സിലാക്കിയിരിക്കുന്നത്. അത്യുന്നതനായ ദൈവത്തെ മനസ്സിലാക്കുന്നതിനും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ആ സ്നേഹത്തെ മനസ്സിലാക്കുന്നതിനും പരിശുദ്ധാത്മാവ് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കുന്നതിനും ദൈവദൂതന്മാർ നമുക്ക് എന്തെല്ലാമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കുവാനും ഒക്കെയും സ്വർഗത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിരന്തര പഠനത്തിനുള്ള പുസ്തകം അത് വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഐക്യത്തോടെ പ്രവർത്തിക്കണം. 12 അപ്പോസ്തലന്മാര് പ്രവർത്തിച്ചപ്പോൾ അവർ ഐക്യത്തോടെ പ്രവർത്തിച്ചു. അതുപോലെ ദൈവത്തിന്റെ മക്കൾ ഐക്യത്തോടെ പ്രവർത്തിക്കണം. ഐക്യം വേണമെങ്കിൽ ഇന്ന് അനേക സഭകളിലും ഐക്യം ഇല്ലാത്ത അവസ്ഥയിലാണ്. എന്നാൽ നമുക്കൊരു പൊതു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് ഐക്യമുണ്ടാകും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ തന്റെ മരണത്തിന് മുമ്പുള്ള ആ സമയങ്ങളിൽ, ആ തലേ ദിവസം രാത്രിയില്, പ്രിയ ദൈവമക്കളെ, അന്ന് ഏറ്റവും നീണ്ട ഒരു പ്രാർത്ഥന കർത്താവ് നടത്തുന്നതായി കാണാം. ആ പ്രാർത്ഥനയിൽ ഐക്യത്തെക്കുറിച്ച് അടിവരയിട്ട് പറയുകയാണ്, ആവർത്തിച്ച് പറയുന്നത്, നിങ്ങളെല്ലാവരും ഒന്നായി തീരണം. പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ നാം ഒന്നായിരിക്കണം, ഐക്യമുള്ളവരായിരിക്കണം. ഐകമത്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്രിസ്തീയ ജീവിതത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ പൊതുലക്ഷ്യം എന്താണ്? ഇവിടെ അപ്പോസ്തലന്മാരോട് പറഞ്ഞു വിടുന്നത് ദൈവരാജ്യം പ്രസംഗിക്കണം, മാത്രമല്ല രോഗികൾക്ക് സൗഖ്യം വരുത്തണം. നമ്മുടെ നിത്യജീവൻ ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കണം എന്ന് പറയുന്നത്. ഈ ഭൂമിയിലെ മനുഷ്യൻ 70, 80, 100 വർഷം ജീവിച്ചിരുന്ന് മരിച്ചുപോയി ഇല്ലാതായി തീരുന്നതിനല്ല, പ്രത്യാശയില്ലാത്തവരായി ജീവിക്കുന്നതിനല്ല. സ്വർഗത്തിൽ ദൈവം നമുക്ക് പ്രത്യാശ ഉണ്ടാകേണ്ടതിന്, നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ അപ്പോസ്തലന്മാരോട് പ്രത്യേകമായി എടുത്തു പറഞ്ഞു. ഇവിടെ മാത്രമല്ല, രോഗസൗഖ്യത്തിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പറഞ്ഞു. നമുക്ക് ആരോഗ്യകരമായ ശീലങ്ങൾ ഉണ്ടാകണം. അതുപോലെ നമുക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, അവരെ ആരോഗ്യകരമായ ശീലങ്ങൾ അഭ്യസിപ്പിക്കാൻ നമുക്ക് കഴിയണം.
കാരണം ലങ് ക്യാൻസർ ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നാൽ അത് വർദ്ധിക്കുകയുള്ളൂ. മാത്രമല്ല, അങ്ങനെ ചെയിൻ സ്മോക്കർ ആയിരിക്കുന്ന ഒരാൾക്ക് ലങ് ക്യാൻസർ ഉണ്ടാകാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അതൊക്കെയും അതുപോലെ തെറ്റായ ശീലങ്ങൾ നിർത്തുവാൻ നാം അവരെ അഭ്യസിപ്പിക്കണം. അതുപോലെ തന്നെ പ്രിയ മക്കളെ, അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സൗഹൃദത്തിലൂടെയാണ്. നമ്മുടെ സൗഹൃദത്തിലൂടെയും സ്നേഹത്തിലൂടെയും അവരെ വൈകാരികമായി സുഖപ്പെടുത്താൻ കഴിയും. അപ്പോൾ നമ്മുടെ സൗഖ്യം എന്ന് പറയുന്നത് ആത്മീയ സൗഖ്യമാണ്. നമ്മുടെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന തരത്തിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു സൗഖ്യമാണ് എന്ന് കാണാൻ കഴിയും. നാം ദൈവത്തെക്കുറിച്ച് സംസാരിക്കണം. ഇന്നത്തെ ആളുകളുടെ ജീവിതത്തിൽ ബൈബിൾ എത്രത്തോളം പ്രസക്തമാണെന്ന് അവരെ പഠിപ്പിക്കണം. കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിൽ കടന്നു ചെല്ലേണ്ടതായി. അവിടെ അവര് വളരെയധികം പ്രയാസം, രോഗമനുഭവിക്കുകയാണ് പിതാവും മാതാവും. അവരോട് വിശുദ്ധ വേദപുസ്തകത്തിലെ ചില സത്യങ്ങൾ പറയുവാനിടയായി. കാരണം അവരുടെ ആരോഗ്യത്തിന്റെ പ്രയാസങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ തിരുവചനത്തിലൂടെ പഠിക്കുന്ന അനവധി കാര്യങ്ങൾ, നമ്മുടെ എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെയുള്ള ഭക്ഷണമായിരിക്കണം നാം കഴിക്കേണ്ടത്, ഉൽപ്പത്തി പുസ്തകത്തിൽ നൽകിയ ഭക്ഷണം എന്താണ്, ജലപ്രളയത്തിന് ശേഷം നൽകിയപ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് നൽകിയപ്പോൾ, മാംസഭക്ഷണം നൽകിയപ്പോൾ, അല്ലെങ്കിൽ മത്സ്യങ്ങളെ ഒക്കെ കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്തെല്ലാം നിയന്ത്രണങ്ങളുണ്ട്, ബ്ലഡ് ഉപയോഗിക്കരുത്, അതുപോലെ തന്നെ ഫാറ്റ്, മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കരുത്, ഇതൊക്കെയും പറയുവാനും അവരുമായി ചർച്ച ചെയ്യാനും ഇടയായി. അവർക്കൊക്കെ വളരെ സന്തോഷമായി. പ്രിയ ദൈവമക്കളെ, ഇങ്ങനെ ബൈബിൾ ഇന്നും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പ്രസക്തമാണെന്ന് നമുക്ക് പറയാൻ കഴിയണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷം കർത്താവ് 70 പേരെ നിയമിക്കുന്നു തിരുവചനം സംസാരിക്കുന്നതിന് വേണ്ടി. താൻ ഇനിയും ചെല്ലാനുള്ള പട്ടണങ്ങളിലേക്ക് പോകാൻ വേണ്ടി അത് ചെയ്യുന്നു. അപ്പോൾ അവർ ഈരണ്ടായി പോകണമെന്ന് നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ അവർ പോകുമ്പോൾ തങ്ങളുടെ ദൗത്യം നേരിടുന്നതിന് അല്ലെങ്കിൽ ദൗത്യം നേടുന്നതിന് ഒന്നിലധികം വഴികൾ ഉണ്ടാകും എന്ന് കർത്താവ് മനസ്സിലാക്കി. പ്രിയ ദൈവമക്കളെ, നിരന്തര പഠനം, നിരന്തര വേദപുസ്തക പഠനം നമ്മുടെ നിത്യജീവന് ഏറ്റവും പ്രധാനപ്പെട്ട. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു, അവ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവവചനം നിരന്തരം പഠിക്കും നിത്യജീവൻ ഉണ്ടാകേണ്ടതിനാണ്. അതിനായി സ്വർഗത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പൂർണനായ അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, നിരന്തരമായി ദൈവവചനം പഠിക്കുന്നതിന് കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്നടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന്റെ പ്രാധാന്യം ഗ്രഹിക്കുവാനുള്ള കഴിവടികൾക്ക് നൽകണമേ. കർത്താവെ, അടിയങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാനും അനേകരെ നിത്യജീവന് വേണ്ടി ഒരുക്കുവാനും സ്വർഗത്തിലെ ദൈവം അടിയങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അടിയങ്ങളുടെ രോഗസൗഖ്യത്തിനായി അടിയങ്ങളുടെ ദൈവമായ കർത്താവെ പ്രാർത്ഥിക്കുന്നതിനും അടിയങ്ങളുടെ ദുശ്ശീലങ്ങൾ വിട്ടുകളയുന്നതിനും ഒക്കെയും അടിയങ്ങളുടെ കർത്താവ് അടിയങ്ങളെ സഹായിക്കണമേ. അനേകർക്ക് അടിയങ്ങളുടെ ഒരു അനുഗ്രഹമായി വെളിച്ചമായി തീരുവാൻ സ്വർഗത്തിന്റെ ദൈവം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. യേശു കർത്താവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഏവർക്കും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ശുഭദിനം നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മളോട് ഇരിക്കുമാറാകട്ടെ. ആമേൻ.